കൂട്ടുകാരെ, ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഫൈൻ ട്രൂത്ത് വ്ളോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും വീഡിയോകളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അതുപോലൊരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ആളുകൾ പറയുന്ന വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അവൻ്റെയൊക്കെ സമയം ക്ലിയറാണ് എന്ന്. അപ്പോൾ അവരുടെ പുരോഗതിയോ അതല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഏതെങ്കിലും നേട്ടത്തെ പ്രതിയായിരിക്കും ഒരു പക്ഷേ അവരങ്ങനെ പറയാൻ. അദ്ദേഹം വലിയ അധ്വാനമൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, അല്ലാതെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒന്നായിട്ട് കണക്കാക്കിയാണ് അവൻ്റെ സമയം ക്ലിയറാണെന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാമർശം ചിലർ നടത്താറുണ്ട്, അവരുടെയൊക്കെ തലയിലുള്ള വര നന്നായിട്ടുണ്ട്, അതുകൊണ്ടാണ്. അവരുടെ തലയിൽ വരച്ചത് എൻ്റെ കാലിൽ വരച്ചാലും മതിയായിരുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നതിലൂടെ എന്താണ് വാസ്തവത്തിൽ അർത്ഥമാക്കപ്പെടുന്നത്? അതായത് ഒരാളുടെ ജീവിതം വിധിയാൽ നയിക്കപ്പെടുന്നു എന്നാണ്. വിധി എന്ന് പറഞ്ഞാലോ, ഏതോ ഒരു അജ്ഞാത ശക്തിയാൽ നമ്മുടെ ജീവിതം നിയന്ത്രിക്കപ്പെടുന്നു എന്നാണ്. അപ്പോൾ അതിന് നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ല എന്നാണ് ഈ വിധിവിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ആളുകൾ പറയാൻ. എന്നാൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ ഒന്ന് പരിശോധിക്കാം നമുക്ക്. അത് വാസ്തവത്തിൽ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വിധിയാലാണ് നമ്മുടെ ജീവിതം നയിക്കപ്പെടുന്നത്, നമുക്കതിന് മാറ്റം വരുത്താൻ കഴിയില്ല, അങ്ങനെ ചിന്ത നിങ്ങൾക്കുണ്ടോ? ശരി, ഇപ്പോൾ ഇവിടെ നമ്മൾ അതിനു മുമ്പ് പരിശോധിക്കേണ്ട സംഗതി, ഇത് ആരാണ് വരയ്ക്കുന്നത്? അല്ലെങ്കിൽ അവരുടെ ജീവിതം മുൻ നിശ്ചയിക്കപ്പെടുന്നത് ആരാണ്? ഇദ്ദേഹം ഇങ്ങനെ ആയിത്തീരണം, അവരിങ്ങനെ ആയിത്തീരണം, ഇങ്ങനെയുള്ള ഒരു 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 കാര്യം ആരാണ് നിശ്ചയിക്കുന്നത്? അതിനെ പലപ്പോഴും പറഞ്ഞു വരുമ്പോൾ അത് ദൈവം വരച്ചു വെച്ചേക്കുന്നു എന്നാണ് ചിന്തിക്കുന്നത്. ദൈവം നമ്മുടെ സൃഷ്ടാവ്. അപ്പോൾ ദൈവം അങ്ങനെ ഓരോ കുട്ടി ജനിക്കുമ്പോൾ അവരുടെ തലയിൽ അല്ലെങ്കിൽ എന്തായി തീരണം എന്നതിനെ സംബന്ധിച്ച് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, അതിന് മാറ്റം വരുത്താൻ പറ്റത്തില്ല എന്നാണ് അവർ വാസ്തവത്തിൽ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുറ്റക്കാരൻ നമ്മളാരും അല്ല, അല്ലേ? ഇത് വരച്ചു വെച്ച ദൈവമല്ലേ അങ്ങനെയാണ് ഈ കുറ്റക്കാരൻ, അല്ലേ? അദ്ദേഹം ഇങ്ങനെ ആയിത്തീരണം, ഇദ്ദേഹം ഇങ്ങനെ ആയിത്തീരണം, ദൈവം നേരത്തെ മുൻ നിശ്ചയിച്ച് അവരുടെ ജീവിതത്തിൽ അങ്ങനെ ക്രമീകരിച്ച് വെച്ചേക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ കാരണക്കാരൻ വാസ്തവത്തിൽ ദൈവമല്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ദൈവത്തെ കുറ്റം പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വാസ്തവത്തിൽ? അത് ശരിയാണോ വാസ്തവത്തിൽ? ദൈവം അങ്ങനെയാണോ ചെയ്യാറുള്ളത്? അങ്ങനെ ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാനങ്ങനെ ചിന്തിക്കുന്നതിന് ചില ന്യായങ്ങളുണ്ട്. ഞാൻ മാത്രമല്ല, ഒരു ബഹുഭൂരിപക്ഷം ആളുകളും ആ ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്നവരല്ല. അതായത് വിധി നിയന്ത്രിക്കുന്നു എന്നുള്ള വിശ്വാസം വെച്ച് പുലർത്തുന്നവരല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കൊലപാതകമോ അല്ലെങ്കിൽ മറ്റ് ക്രിമിനൽ കേസുകളോ ചെയ്യുന്ന അനേക ആളുകളുണ്ട്. അങ്ങനെയുള്ള ക്രിമിനലുകളെ എന്തിനാണ് ഗവൺമെൻറ് ശിക്ഷിക്കുന്നത്, അല്ലെങ്കിൽ കോടതി എന്തിനാണ് ശിക്ഷിക്കുന്നത്? കാരണം അദ്ദേഹം അങ്ങനെ ആയിത്തീരണമെന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയല്ലേ. അപ്പോൾ അദ്ദേഹത്തെ ശിക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത കോടതിയെയോ ഗവൺമെൻറ്റിനെയോ ഭരിക്കുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവർ ശിക്ഷിക്കാതെ വിടണ്ട എല്ലാവരെയും. പക്ഷേ കുറ്റവാളികളെ ശിക്ഷിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? അവരുടെ ജീവിതം ആരാലോ നിയന്ത്രിക്കപ്പെടുന്നതല്ല, അത് അവർ തന്നെ വരുത്തി വയ്ക്കുന്ന സംഗതിയാണെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസത്തിന് അടിസ്ഥാനം ഇല്ല. പക്ഷെ ഒട്ടനവധി ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വിശ്വസിക്കുന്നതിൽ എന്തെങ്കിലും പെശകുണ്ടോ? ഇപ്പോൾ വിധിയാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുന്നു, നമുക്കൊന്നും ഇത് ചെയ്യാനില്ല എന്നുള്ള ഒരു സംഗതിയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പരോക്ഷമായിട്ട് നമ്മൾ കുറ്റപ്പെടുത്തുന്ന ആരെയാണ്? നമ്മളുടെയൊക്കെ സൃഷ്ടാവിനെയാണ്. അപ്പോൾ ജനിക്കുമ്പോൾ മുതൽ അങ്ങനെ വരച്ചു വെച്ചേക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മിസ്റ്റേക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ കഴിയുന്നത്. അങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറ്റക്കാരൻ ദൈവമായിട്ട് വരും എന്നുള്ള ഒരു കാരണം. മറ്റൊന്നിൻ്റെ ആളുകൾ മടിയന്മാരായി. അതെന്താ മടിയന്മാരായി തീരുന്നത്? കാരണം അവർക്കൊന്നും ചെയ്യാനില്ല, എല്ലാം ദൈവം അങ്ങനെ നിശ്ചയിച്ച് വെച്ചേക്കുമല്ലേ, പിന്നെ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നൊരു ചിന്തയാണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് മടിയന്മാരുടെ ഒരു കൂട്ടത്തെ വാർത്തെടുക്കാം എന്നുള്ളതല്ലാതെ ഈ വിധിവിശ്വാസം കൊണ്ട് വേറൊരു പ്രയോജനവും അവരുടെ ജീവിതത്തിലില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ മടിയന്മാരായി തീരും. മറ്റൊന്ന് ദൈവത്തെ കുറ്റപ്പെടുത്തും. ഈ രണ്ട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല വാസ്തവത്തിൽ കാര്യങ്ങളിരിക്കുന്നു.
അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് അച്ചീവ്മെൻറ്റ് കിട്ടും, അല്ലേ? വിധിയാണെന്നും പറഞ്ഞ് അങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ അതനുസരിച്ച് ഇപ്പോൾ ഉന്നത വിജയങ്ങൾ നേടിയിട്ടുള്ള അനേക ആളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനങ്ങൾ എത്തിപ്പിടിച്ചിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ജീവിത വിജയം നേടിയിട്ടുള്ള വ്യക്തികളോ എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ്റെ പിന്നിൽ ധാരാളമായിട്ടുള്ള ഹാർഡ് വർക്കുണ്ട്. അവരെ ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ നിലയിൽ എത്തിച്ചേരാൻ തക്കണം കഴിഞ്ഞത്. അതൊരു വിധിയും കാര്യങ്ങളൊന്നും അല്ല, അത് അവർ അങ്ങനെ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു എന്നുള്ള സംഗതിയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ അവർക്ക് അങ്ങനെ കഠിനാധ്വാനം ചെയ്തതിന് മുമ്പേ ചിന്തിക്കാറുണ്ടല്ലോ, ഞാൻ ആരായി തീരണോ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആയി തീർന്നുള്ളൂ, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് പഠിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഗവേഷണം നടത്തേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അധ്വാനിക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് ആ ജീവിത വിജയം നേടാൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് നിശ്ചയിക്കുന്ന ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ് ഇത് നിശ്ചയിക്കുന്നത്. നമ്മുടെ ഭാവി എന്തായിത്തീരണം, അല്ലെങ്കിൽ നമ്മൾ ആരായിത്തീരണമെന്ന് സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരുമാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ തന്നെ മടിയന്മാരായിത്തീരുന്നു മാത്രമല്ല, അത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരളവിലേക്ക് കാര്യങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിശ്വാസം അത്ര നമുക്ക് ന്യായീകരണം ഉള്ളതാണെന്ന് തോന്നുന്നില്ല. അതല്ലെങ്കിൽ അതിനെ നമുക്ക് ശരിയാണെന്ന് ചിന്തിക്കാനുള്ള യാതൊരു അടിസ്ഥാനവും ഞാൻ കാണുന്നില്ല. മറ്റൊന്ന്, ഇപ്പം ഇത് ഈ തലയിൽ വരയ്ക്കുന്ന ആൾ ദൈവമാണെന്നല്ലേ പരോക്ഷമായിട്ട് പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ അവൻ എന്തായിത്തീരണമെന്ന് സംബന്ധിച്ച് അങ്ങനെ തലയിൽ വരച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതെന്തിനാണ് ദൈവം അങ്ങനെ വരയ്ക്കുന്നത്? ഇപ്പോൾ സാധാരണഗതിയിലായിട്ട് ഒരാളുടെ ജീവിത രീതി മോശമായ കാര്യങ്ങളാണെങ്കിൽ അതിന് മോശമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവും. ഒരു ജനിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം പിന്നീട് എന്തായിത്തീരുന്നത് സംബന്ധിച്ച് അത് ജീവിതത്തിൻ്റെ യാതൊരു പ്രവർത്തനങ്ങളില്ലല്ലോ, ജനിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ പ്രവർത്തന അടിസ്ഥാനത്തിൽ ഒരു വരച്ചു വെച്ചു എന്ന് പറയുന്നതിൻ്റെ അതിന് അടിസ്ഥാനമില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം വരയ്ക്കുന്നത്? അതുകൊണ്ട് ദൈവം സ്വതന്ത്ര ഇച്ഛാശക്തി കൂടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാനും ശരി ചെയ്യാനുമുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ വിധിയാൽ നയിക്കപ്പെടുന്ന സാഹചര്യം വരുമ്പോഴത്തേക്ക് അത് ഫ്രീ വില്ലല്ല, സ്വതന്ത്ര ഇച്ഛാശക്തിക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് വേറെ ആരോടാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്? അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. ഇപ്പോൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങളെ കയ്യെ പിടിച്ചാൽ ഇരിക്കുമോ അത് ചെയ്യരുത് എന്നും കൊണ്ട് തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഇല്ലല്ലോ. അത് നമ്മളാണ് തീരുമാനിക്കുന്നത് അങ്ങനെ വേണോ വേണ്ടോ എന്നുള്ളത്. അതാണ് സ്വതന്ത്ര ഇച്ഛാശക്തി കൂടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ ദൈവത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ അണ്ണാൻ്റെ പുറത്ത് 3 വര കാണുന്ന പോലെ തലയിൽ ആരുടെയും ഒന്നും വരച്ചു വെച്ചിട്ടൊന്നുമില്ല. ആ ചിന്താഗതിയിലിരുന്നാൽ നമുക്ക് ജീവിത വിജയം നേടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ആ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതിനും ഭയങ്കരമായിട്ടുള്ള മടിയന്മാരായിത്തീരുന്നതിന് അത് കാരണമായിത്തീരുന്നുള്ളൂ. അതുകൊണ്ട് ഉന്നത വിജയം ജീവിതത്തിൽ നേടിയ ആളുകളെല്ലാം നമ്മൾ കണ്ടുപിടിക്കുക. അവരുടെ ജീവിതത്തിൽ ധാരാളമായിട്ടുള്ള കഠിനാധ്വാനം അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മടി ഉപേക്ഷിച്ച് ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഉപേക്ഷിച്ച് തീർച്ചയായിട്ടും ഒരു കഠിനാധ്വാനത്തിലൂടെ നമ്മുടെ ഭാവി നമ്മൾ തന്നെ നിശ്ചയിക്കുന്ന ഒരളവിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അതാണ് ശരിയായൊരു വശം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. അത് എനിക്കൊരു പ്രോത്സാഹനമായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അഭിപ്രായങ്ങൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ രേഖപ്പെടുത്തി കണ്ടുള്ളൂ. ഇത് കൊള്ളാവോ അതല്ലെങ്കിൽ എന്താണ് ഇനി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാമല്ലോ, എന്നാലും എനിക്ക് അതനുസരിച്ച് ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കണം കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.